എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാവാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പപ്പായ്ക്ക് ബലിയിടാൻ വേണ്ടി പോവുകയാണ്. രാവിലെ കുറച്ച് ജോലികൾ ചെയ്തു, ഒരു ലേശം ജോലി ബാക്കിയുണ്ട്. എന്നാലും എന്താ പറയുക, ഞാൻ ചവിട്ടി പൊളിച്ചു. അപ്പോൾ അങ്ങനെ രാവിലത്തെ തിരക്കുകളിലൂടെ പോവുകയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും, നമ്മൾ എന്നെയൊക്കെ ചെയ്താലും അച്ഛനെയും അമ്മയും നോക്കുകയും അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്തില്ലാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല അല്ലേ. അതെ, അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാണ്ട് അച്ഛനും അമ്മയ്ക്ക് വേണ്ടതൊക്കെ നൽകാണ്ട് എന്താ പറയുക, നമ്മളിനി എന്നെ ആരുടെയൊക്കെ കൂടെ നിന്നാലും ആരുടെയൊക്കെ എന്തൊക്കെ ചെയ്താലും അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിച്ചിരിക്കുമ്പോഴായാലും മരിച്ചു കഴിയുമ്പോഴായാലും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കടമകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിനി ബലിയിട്ടിട്ട് വരാം. അപ്പോൾ കുറേ കാഴ്ചകൾ കാണിക്കാം അവിടുത്തെ. അപ്പോഴത്തേക്ക് ഞാൻ നടന്ന് ദൂരെ കാറ് പാർക്ക് ചെയ്തിട്ട് നടക്കും. ബലിയിടുന്നുണ്ട് ആളുകളൊന്നും. ഉണ്ടോ അവിടെ നിന്ന് കുറേ പേര് ഉണ്ടോ, തിരക്ക് മാത്രം കുറേ പേര് നിന്ന് ബലിയിടുന്നുണ്ടോ ഈ വെള്ളത്തിലേക്ക്. അത്രയും ജനമായിരിക്കും അവിടെ. രാവിലെ കണ്ടോ എൻ്റെ പൊന്നെ, അങ്ങൊരു ക്യൂവാ. ഇത് ബലിയിടാൻ പോകുന്നതിൻ്റെ ക്യൂ ആണോ? ആ ഇതിപ്പോൾ ഈ നെറ്റടിച്ച റോഡിലാണ് ഈ ക്യൂ. നമ്മളെ വർഷത്തിലൊരു പ്രാവശ്യം അച്ഛന് വേണ്ടി കുറേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുൻകൂറായി ടിക്കറ്റ് എടുത്തുള്ള ഭക്തജനങ്ങൾ തിരുവല്ലം ജംഗ്ഷന് സമീപം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് സമീപത്തുള്ള ക്യൂവിൽ പ്രവേശിച്ച് ക്ഷേത്രത്തിന്റെ പിന്നിലൂടെ അകത്ത് പ്രവേശിച്ചു. മുഴുവായി ടിക്കറ്റ് എടുക്കേണ്ട ഭക്തജനങ്ങൾ തിരുവല്ലം പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിക്കുന്ന ക്യൂവിൽ പ്രവേശിച്ച് ലങ്കാക്കടവിൽ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. പുതുതായി ടിക്കറ്റ് എടുക്കേണ്ട ഭക്തജനങ്ങൾ തിരുവല്ലം പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിക്കുന്ന ക്യൂവിൽ പ്രവേശിച്ച് ലങ്കാക്കടവിൽ നിന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം പൂജ സുഗന്ധകുസുമം സമർപ്പയാണ്. തീർത്ഥം കൊടുക്കണം 3 പ്രാവശ്യം. ഗംഗാതീർത്ഥം സമർപ്പയാണ്. ഗംഗാതീർത്ഥം സമർപ്പയാണ്. ഗംഗാതീർത്ഥം ശ്രദ്ധിക്കുക. ഉള്ളൂർ
എത്തിച്ചേരുന്ന ഞാൻ അവിടെ നിന്നാണ് ജോലി പവിത്രം ധരിക്കുക. പൂവിരുന്ന ഇലയിൽ പൂവെല്ലാം കൊണ്ടുപോകാനാണ്. അപ്പം അങ്ങനെ അയ്യോ ഞാൻ കുഴഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ വലിയൊക്കെ ഇട്ടു. എന്നാ തിരക്കായിരുന്നെന്നറിയോ? ഓ എൻ്റെ അമ്മ ജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ജനം. അങ്ങനെ
വീണ്ടും എൻ്റെ പപ്പായ്ക്ക് മാത്രമല്ല എൻ്റെ അപ്പന്, എൻ്റെ അമ്മൂമ്മ ഓർത്തു, പിന്നെ വെല്ലിച്ചമ്മ. അപ്പോൾ ഈ സമയം ഞാൻ എല്ലാവരും ഓർക്കും, വെല്ലിച്ചന്മാരെ ഓർക്കും, പിന്നെ അങ്ങനെ എൻ്റെ ഓർമ്മയിലുള്ള എല്ലാവരെയും ഓർത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ബലി സമർപ്പിക്കുന്നത് തന്നെ. അങ്ങനെ ഇന്നത്തെ എൻ്റെ പാവമായിട്ടെൻ്റെ ബലി. അപ്പോൾ ഇനിയുണ്ട് ബാലൻസ്. ഇനി എൻ്റെ പപ്പായ്ക്ക് ഇലയിൽ സദ്യ വെക്കണ്ടേ. അപ്പം ഞാൻ ഇവിടുന്ന് 2 പായസം വാങ്ങി, ഒരു പാൽപ്പായസം വാങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് പപ്പായ്ക്ക് സദ്യ വെക്കണം. അപ്പം ഞാൻ ഒരു വെജ് മീൽസ് സദ്യ ഞാനങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോവുക പപ്പായ്ക്ക് ഇലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് നടക്കില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാനിനി എങ്ങനെയാണ് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാനിനി ഈ വീട്ടിൽ ചെന്ന് കഷ്ടപ്പെടാമെന്ന് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പപ്പായ്ക്ക് ഇലയിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വെജ് മീൽസ് വാങ്ങിച്ചുകൊണ്ട് ഞാനങ്ങ് വീട്ടിൽ പോത്തതേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ കാണിച്ചിട്ട് വേണം എൻ്റെ ഇന്നത്തെ കർക്കിടകവാവിൻ്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതേ റോഡിലൂടെ നടക്കുക. ഞാൻ മലയെ 263 രൂപ. $65 ഇതിനകത്ത്. സദ്യ ഉണ്ട്, സദ്യ ഇലയോടുകൂടി സദ്യ. കൂടുതൽ സദ്യയാണെങ്കിൽ ഇതുപോലെ ബോക്സ് വരും. ബാക്കി സിംഗിളോ? ഞാൻ കുഴഞ്ഞ് ഉപ്പാട് വന്നിട്ടിരിക്കുക. അപ്പോൾ ഇനി എൻ്റെ പപ്പായ്ക്ക് ഞാനൊരു മദേഴ്സ് വെജ് പ്ലാസ എന്നൊരു സദ്യ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പപ്പായ്ക്ക് അതുകൂടെ വെക്കണം. നമ്മളെപ്പോഴും കഴിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മമ്മിക്ക് കൊടുക്കുന്നുണ്ട്, മോഹം എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. വർഷത്തിലൊരു പ്രാവശ്യം എൻ്റെ പപ്പായ്ക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തെങ്കിലല്ലേ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആകത്തുള്ളൂ, പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനമേ. ചുമ്മാ മരിച്ചു കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പൊന്നുപോലെ നോക്കണം. പറയുന്ന അവരുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നേടിക്കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മരിച്ചു കഴിയുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞല്ലോ വർഷം അവർ നമ്മളെ നോക്കിയിരിക്കുമല്ലോ, നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു അറിയാണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അതൊക്കെ എൻ്റെ വിശ്വാസം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് വിശ്വാസം ഉണ്ടോ എനിക്കറിയില്ല, പക്ഷേ എനിക്കതൊക്കെ നിർബന്ധമാണ്. ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാണ്ട് ഞാൻ ബാക്കി ഈ നാട്ടിലുള്ളവർക്കും ബന്ധുക്കൾക്കും കൊടുത്തിട്ട് എന്ത് പിണ്ണാക്കം ഉണ്ടാക്കാനാ അല്ലേ? ആദ്യം കൊടുക്കേണ്ട അച്ഛനും അമ്മയും കൂടെ പറപ്പിനെയൊക്കെ സ്നേഹിക്കാണ്ട് നാട്ടുകാർക്ക് മൊത്തം സദ്യ വിളമ്പി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പപ്പായ്ക്ക് ഞാനൊരു സദ്യയും കൂടി മദേഴ്സ് പ്ലാസയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഇനി സദ്യയും കൂടി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആവും. മദേഴ്സ് പ്ലാസിലെ സദ്യ പൊട്ടിച്ചിട്ട് കണ്ട സദ്യ ഉണ്ടോ എന്തോരം കവറാണെന്ന് നോക്കിയേ. അപ്പോൾ ഇത് അങ്ങനെ പപ്പായ്ക്ക് ഇലയിൽ സദ്യയൊക്കെ വെച്ച് നിഴലൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇത് പപ്പായ്ക്ക് സദ്യയൊക്കെ. അപ്പം അങ്ങനെ ദേണ്ട എല്ലാം കഴിഞ്ഞിട്ട് വന്നു. അപ്പം അങ്ങനെ പപ്പായുടെ ഇന്നത്തെ ഒരു ബാബു ഞാൻ ഇങ്ങനെ അങ്ങ് എന്താ പറയുക ആഘോഷിച്ചു. എൻ്റെ മമ്മി ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ
എൻ്റെ വീഡിയോ നല്ല ക്ഷീണമുണ്ട്. എനിക്ക് ആ റോഡ് തൊട്ടേ അത്രയും ക്യൂ ഒക്കെ നിന്ന് രാവിലെ എന്നിട്ട് എല്ലാം ഇത്രയും കുറേയൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വന്നതുകൊണ്ട് നല്ല ടയേർഡാണ് ഞാൻ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവർക്ക് എല്ലാവരോടും ടാറ്റാ.